ഹലോ വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി മീഷോ ഹൗൾ ആയിട്ടാണ്. മീഷോ കളക്ഷൻസ് ആയിട്ട് നമ്മൾ ഇത്തവണ മേടിച്ചിട്ടുള്ള ഒരു 3 കുർത്താസ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതും ഓർഗാൻസോ മെറ്റീരിയലിൽ വരുന്ന ഒരു ഫ്ലോറൽ പ്രിന്റോടൊക്കെ കൂടിയിട്ടുള്ള ഒരു കുർത്താസ് ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. നമുക്ക് കാഷ്വൽ ആയിട്ടും ഫോർമൽ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കുർത്താസ് ആണ് ഞാൻ കാണിച്ചു തരുന്നത്. എന്തായാലും ഡയറക്റ്റ് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ചെയ്യാം. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഈ ഗ്രീൻ കളറിൽ ഫ്ലോറൽ പ്രിന്റോട് കൂടിയിട്ടുള്ള ഒരു കൂത്തയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇതിന്റെ നെക്കും അതുപോലെ തന്നെ സ്ലീവ് ആണ് കേട്ടോ. സ്ലീവിൽ നമുക്ക് സ്റ്റിച്ചിങ് വന്നേക്കുന്നത് ഈ ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് നമുക്ക് സ്ലീവ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ദെൻ പഫ് സ്ലീവ് ആണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള 3 കുർത്താസിലും പഫ് സ്ലീവ് ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഇത് ഹാഫ് പഫ് സ്ലീവ് ആണ്, ഹാഫ് വരുന്നുണ്ട്. മറ്റു 2 കുർത്താസും ഷോർട്ട് പഫ് സ്ലീവ് ആണ്. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഇതിന്റെ സ്ലീവും സ്ലീവിലെ ഈ ഒരു ഡിസൈനും ദെൻ നമുക്ക് നെക്കിലെ ഈ ഒരു ഡിസൈനും ആണ്. ഈ ഒരു ടൈപ്പിലാണ് ഇതിന്റെ നെക്ക് പോർഷൻ കൊടുത്തിട്ടുള്ളത്. ദെൻ സെൻട്രൽ പോർഷനിലായിട്ട് ഒരു വി കട്ടിങ്ങും ഈ ഒരു പോർഷനിൽ ഒരു കണക്റ്റിംഗ് കൂടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത്. കംപ്ലീറ്റ് ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. ഇതിലൊരു ഒരു പിങ്ക് ആൻഡ് ഒരു യെല്ലോഷ് കളർ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ കൂടിയിട്ടുള്ളൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ. സ്ലിറ്റഡ് ടോപ്പാണ്. ദെൻ ലൈനിങ്ങും ഇതിന് വന്നിട്ടുണ്ട്. ഗ്രേപ്പ് മെറ്റീരിയലിൽ വരുന്ന ലൈനിങ് ആണ്. നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഓർഗാൻസോ മെറ്റീരിയൽ ആണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് ഞാൻ മേടിച്ചിട്ടുള്ള 3 ടൈപ്പ് ഓർഗാൻസോ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. ഇത് കുഴപ്പമില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിലുള്ളൊരു ഓർഗാൻസോ മെറ്റീരിയൽ ആണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ത്രെഡൊക്കെ ഒരു ചെക്കോട് കൂടിയിട്ടാണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. നല്ലൊരു മെറ്റീരിയൽ ആണ്, നല്ലൊരു ഡിസൈൻ വർക്കാണ്. അടിപൊളി കളറും പ്രിന്റും ആണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തും അതുപോലെ തന്നെ നല്ല വിത്തൊക്കെയുള്ള, ഞാൻ പ്രാവശ്യം എടുത്തിട്ടുള്ളത് സ്മോൾ സൈസ് ആണ് വന്നിട്ടുള്ളത്. ഞാൻ ഈ എടുത്ത 3 സ്മോൾ സൈസിലാണ് ഇത്തവണ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ കറക്റ്റ് സൈസ് ഉണ്ടായിരുന്നത് സ്മോൾ ആയിരുന്നു, എങ്കിലും ഞാൻ മീഡിയം സൈസ് ആണ് ഞാൻ പർച്ചേസ് ചെയ്യാറ്. ഇത്തവണ ഞാൻ സ്മോൾ സൈസ് എടുക്കാൻ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം സൈസിൽ ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പോൾ ഷേപ്പ് ചെയ്യാനുള്ള ടൈമൊന്നും കളയണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ സ്മോൾ സൈസ് എടുത്തതാണ്. പക്ഷെ അതൊന്നും എനിക്ക് ചെറുതായിട്ട് പാളിപ്പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഞാൻ വെയിറ്റ് കൂടിയതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സൈസിലുള്ള മീൻസ് വ്യത്യാസമായിരിക്കും നമുക്ക് കിട്ടിയ സൈസിൽ. ഇപ്പോൾ സ്മോൾ സൈസിൽ തന്നെ ഇപ്പം ഞാൻ ഇട്ടയിൽ എനിക്ക് 3 സൈസ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. അതിൽ ഒരെണ്ണം ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇതെനിക്ക് കറക്റ്റ് ഫിറ്റ് ആണ് കേട്ടോ. കറക്റ്റ് ഫിറ്റാണ്, നമുക്ക് ഒന്നും ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ല. സ്ലീവ് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് പിടിക്കുക, ഈ ഒരു പോർഷൻ മാത്രം ചെറുതായിട്ട് പിടിക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ ഒരു വ്യത്യാസവും നമുക്ക് കാണുന്നില്ല. ദെൻ വേറെ 2 എണ്ണത്തിൽ ഒരെണ്ണം ചെറിയ രീതിയിലൊരു ടൈറ്റ് ഉണ്ട്. ഒരു കൂത്താന്ന് പറയുന്നത് നല്ല രീതിയിൽ ടൈറ്റ് ആണ്. അതെനിക്ക് ഇട്ട് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇവര് സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ മിസ്റ്റേക്കാണ്. ഇനിയിപ്പോൾ ഞാൻ തടി വെച്ചാടെ ഒരു ഡൗട്ട് ഉണ്ട്. മിക്കതും തടി വെച്ചതാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ മീഡിയം സൈസ് തന്നെ ഞാൻ എടുക്കുള്ളൂ. മീഡിയം സൈസ് എടുത്താൽ നമുക്കൊന്ന് പിടിക്കേണ്ടതായിട്ട് വരാനുണ്ട്. ഇനി അതിനൊരു ടൈം കളയണ്ട, പിടിച്ചത് നമ്മൾ വീഡിയോ ചെയ്യണ്ടേ. അപ്പോൾ ഒരു ടൈം കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഡയറക്റ്റ് സ്മോൾ ഞാൻ പർച്ചേസ് ചെയ്തത്. ചെറിയൊരു പാളിച്ച പറ്റിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് മെറ്റീരിയൽ വൈസ് ഡിസൈൻ വൈസ് ഒക്കെ ലെങ്ത് ആണെന്നുണ്ടെങ്കിലും ഒക്കെ അടിപൊളി കളക്ഷൻ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഫോർമലായിട്ടും കാഷ്വൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കളക്ഷൻ തന്നെയാണ്. ഇത് നമുക്ക് സ്കിൻ ഫിറ്റ് പാൻസും ആയിട്ട് പെയർ ചെയ്യാണ് ഏറ്റവും നല്ലത്. നമുക്ക് ലൂസ് പാൻസും ആയിട്ട് കണക്ട് ചെയ്യും. ഇപ്പൊ ഡെനിമിന്റെ ജീൻസ് ആയിക്കോട്ടെ, ലൂസ് ജീൻസും ആയിട്ട് നിങ്ങൾ ഇത് സ്റ്റൈൽ ചെയ്യണ്ട. ദെൻ പ്ലാസോ സ്റ്റൈൽ ചെയ്യണ്ട, ഒന്നും ഒരു വൃത്തി ഉണ്ടാവില്ല. നമുക്ക് സ്കിൻ ഫിറ്റ് പാൻസിന്റെ ഒപ്പം
ഇങ്ങനത്തെ കുർത്താസ് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ ഫോർമൽ ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ സ്റ്റൈൽ ചെയ്യേണ്ടത് സ്കിൻ ഫിറ്റ് ടൈപ്പ് പാൻസിനൊപ്പം തന്നെയാണ്. എങ്കിലാണ് അതിൻ്റെ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. കറക്റ്റ് ഫിറ്റോട് കൂടി തന്നെ ഈ ഒരു ടോപ്പും നമുക്ക് വേണം. ഇതെനിക്ക് കറക്റ്റ് ഫിറ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് പ്രൈസ് വൈസ് ആണെന്നുണ്ടെങ്കിലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലാണ് നമുക്ക് ഈ 3 പ്രൊഡക്ട്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കി പറയാണ്ടിരിക്കുകയാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ മെറ്റീരിയൽ കോട്ടൺ ബ്ലെൻഡ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഓർഗാൻസ മെറ്റീരിയൽ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഇതിൽ കോട്ടൺ ബ്ലെൻഡ് ആണ്. കളർ ബ്ലാക്ക് ഒക്കെയാണ് ഇതിൽ കാണുന്നത്. ബ്ലാക്ക് ഒന്നല്ല, ബ്ലാക്കിന്റെ ഒരു അംശം പോലും നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡീറ്റെയിൽസിലേക്കൊന്നും കിടക്കണ്ട. നമുക്ക് ഡയറക്റ്റ് ഇതിന്റെ പ്രൈസ് പറയാം. ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 415-നാണ് ഈ ഒരു കുർത്ത ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇതിന്റെ സൈസസ്, അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് XS മുതൽ XXL വരെയാണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ട് കാണുന്നത്. ഇതിന്റെ കളർ ചേഞ്ചോ കാര്യങ്ങളൊന്നും ഇതിൽ കാണുന്നില്ല. ഈ ഒരൊറ്റ കളറിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. എന്തായാലും നല്ലൊരു കളക്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അത്രേ ഉള്ളൂ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ. നമുക്ക് എന്തായാലും അടുത്ത പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നെക്സ്റ്റ് കുർത്ത എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റ് പീച്ച് കളറോട് കൂടിയിട്ടുള്ള ഒരു ഓർഗാൻസോ മെറ്റീരിയലിൽ വരുന്ന നല്ല ഫ്ലോറൽ പ്രിന്റോട് കൂടിയിട്ടുള്ള ഒരു നല്ലൊരു കുർത്ത തന്നെയാണ്. ഈ ഒരു ഓർഗാൻസോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കുറച്ച് ലോക്കൽ മെറ്റീരിയൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓർഗാൻസോ മെറ്റീരിയലിൽ കുറച്ച് ലോക്കലായിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. വളരെ റേറ്റ് കുറവിൻ്റെ ഒരു മെറ്റീരിയൽ ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. മെറ്റീരിയൽ വൈസ് ഭയങ്കരമായിട്ട് ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് ഭയങ്കരമായിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തതെന്ന് പോലൊരു ഡൗട്ടാണ്. കാരണം ഇതൊന്നും പിടിച്ചാൽ നിൽക്കാത്ത ടൈപ്പ് ഒരു ഐറ്റം ആണ്. പക്ഷെ ഇത് ഓവറോൾ കാണാൻ അടിപൊളിയാണ്. നല്ലൊരു കുർത്ത സെറ്റ് തന്നെയാണ്. ഇതിന്റെ പ്രിന്റ് ആണെന്നുണ്ടെങ്കിലും ഫ്ലവേഴ്സ് ആണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇതാണ് ഫുള്ളായിട്ട് നെക്കിൽ വേറെ വർക്കൊന്നുമില്ല. നമുക്ക് ഒരു പഫ് സ്ലീവ് ആണ്, ഷോർട്ട് പഫ് സ്ലീവ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നെക്ക് പോർഷൻ ഇങ്ങനെ ഒരു സ്ക്വയറിലൊരു വി കട്ടിങ് വന്നിട്ടുള്ള ഒരു നെക്ക് പോർഷൻ ആണ്. ഇത് ഞാൻ സ്മോൾ ആണ് എടുത്തത്. ഇതെനിക്ക് ഭയങ്കര ടൈറ്റ് ആണ് കേട്ടോ, ഭയങ്കര ടൈറ്റ് ആണ്. പിന്നെ മാത്രമല്ല ഇതിന് അധികം ലെങ്ത് ഇല്ല, ലെങ്ത് കുറച്ച് കുറവാണ്. എനിക്കാണെങ്കിൽ കുറച്ച് ലെങ്ത് ഉള്ള കുർത്താസ് ഒക്കെ ചൂസ് ചെയ്യാനാണ് ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. പിന്നെ മാത്രമല്ല ഞാനൊക്കെ ലെങ്ത് ഇല്ലാത്തതൊക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നുകൂടെ ഹൈറ്റ് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ലെങ്ത് കുറഞ്ഞ ടൈപ്പ് ഡ്രസ്സസ് ഒന്നും ഞാൻ കൂടുതലും ചൂസ് ചെയ്യാറില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലെങ്ത് കുറഞ്ഞുകൊണ്ട് തന്നെ എനിക്കൊരു കംഫർട്ട് ഇല്ല ഈ ഒരു കുർത്ത ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ വൈസ് ഓക്കെ ആണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു ഓർഗാൻസ മെറ്റീരിയൽ ആണ്. അതിൽ കുറച്ച് റേറ്റ് കുറവിൻ്റെ ഒരു മെറ്റീരിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫ്ലോറൽ പ്രിന്റ് വന്നതുകൊണ്ട് അടിപൊളിയാണ്. ലെങ്ത് നിങ്ങൾക്ക് വിഷയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം. പിന്നെ ഞാൻ സ്മോൾ സൈസ് എടുത്തുകൊണ്ടായിരിക്കാം എനിക്കിതൊരു ടൈറ്റ്. സ്ലിറ്റഡ് ആണ്. ഇതിൽ ലൈനിങ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ലൈനിങ് തന്നെയാണ് ഇതിനും വന്നിട്ടുള്ളത്. എന്തായാലും ഓവറോൾ ഇത് അടിപൊളിയാണ്, നല്ലൊരു കളക്ഷൻ തന്നെയാണ്. ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ഇതിന്റെ ഡീറ്റെയിൽ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഇത് പിക്ചറിൽ കാണുന്ന സെയിം കളറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ സെയിം ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത്. സെയിം സ്ലീവ് ഒക്കെ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. കളറിൽ ഒരു നമുക്ക് കാണുന്ന പോലെയല്ല നമ്മുടെ കയ്യിൽ കിട്ടിയ ചെറിയൊരു വ്യത്യാസം, അത്രയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് മെറ്റീരിയൽ വൈസ് ഓർഗാൻസ മെറ്റീരിയൽ ആണ്. ബാക്കി നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇതിന്റെ പ്രൈസ് ആണ് അറിയേണ്ടത്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത് 321-നാണ്. മീഷോയിൽ നിന്ന് ഞാൻ അത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓഫർ പ്രൈസിനനുസരിച്ച് പർച്ചേസ് ചെയ്യാന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. 321 ഓക്കെ ആണ്. കാരണം ഞാൻ ഈ ഒരു ഏകദേശം ഈ ഒരു പ്രൈസിൽ തന്നെ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലിൽ ഞാൻ നെക്സ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്. അത് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ഞാൻ അതിലേക്ക് കിടക്കാം. അതിനെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു പ്രൈസിന് വേർത്താണോ ഒരു ഓക്കെ പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യാം. ഓക്കെ, പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് വലിയ നഷ്ടമോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ നമുക്ക് ആ ഒരു
പ്രൈസിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ ഓർഗാൻസോ മെറ്റീരിയലിൽ വരുന്ന നല്ല ഫ്ലോറൽ പ്രിന്റോട് കൂടിയിട്ടുള്ള അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉള്ള അടിപൊളി കുർത്ത നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരുമല്ലോ, ഇത് വേർത്താണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അത്രേ ഇതിന് വന്നിട്ടുള്ളൂ. അല്ലാണ്ട് ഓവറോൾ അടിപൊളി കളക്ഷൻ തന്നെയാണ്. ലെങ്ത് കുറവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. എന്തായാലും ഇതാണ് നമ്മുടെ പ്രൈസ് വന്നിട്ടുള്ളത്. ഓഫർ പ്രൈസിനനുസരിച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. എന്തായാലും വിഷ് ലിസ്റ്റിൽ നിങ്ങൾ സ്റ്റാർ ചെയ്ത് വെച്ചോളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ്. ഒരു ക്രീം കളറിൽ ഓർഗാൻസ മെറ്റീരിയലിൽ വരുന്ന ഒരു അടിപൊളി, നമുക്ക് നല്ല ഫ്ലോറൽ പ്രിന്റോടൊക്കെ കൂടിയിട്ടുള്ള പീച്ചും പിങ്കും കളറൊക്കെ കൂടിയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി കളക്ഷനാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സംഭവം അടിപൊളിയാണ്. നല്ല ക്വാളിറ്റിയിലുള്ള ഓർഗാൻസോ മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. തരക്കേടില്ലാത്ത നല്ലൊരു ഓർഗാൻസോ മെറ്റീരിയൽ ആണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലത്തെ ഉള്ളൊരു ടൈപ്പ് മെറ്റീരിയൽ അല്ല. ഓർഗാൻസോ മെറ്റീരിയൽ തന്നെ നമുക്ക് പല ടൈപ്പ് മെറ്റീരിയൽ ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ. അതിൽ ഒരു കുറച്ച് ക്വാളിറ്റി ഒക്കെയുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ്. നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല ലെങ്ത്തോട് കൂടിയിട്ടുള്ള ഒരു കുർത്തയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടിപൊളി ലൈനിങ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല ലൈനിങ് തന്നെയാണ് ഇതിനും വന്നിട്ടുള്ളത്. നല്ല വർക്കാണ് ഇതിന് വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ നെക്കാണ്. നെക്ക് പോർഷൻ ഈ ഒരു ഡിസൈൻ ആണ് നെക്കിൽ വന്നിട്ടുള്ളത്. സ്ലീവ് ആണെന്നുണ്ടെങ്കിലും ഒരു പഫ് സ്ലീവോട് കൂടിയിട്ട് ഷോർട്ട് പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. ഇട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്മോൾ സൈസ് ആണ്. നമുക്ക് കറക്റ്റ് ഫിറ്റ് ആണ്. ചെറിയൊരു ടൈറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ ടൈറ്റോട് കൂടി സ്റ്റൈൽ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇങ്ങനത്തെയൊക്കെ നമ്മൾ ഫോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കളക്ഷൻ തന്നെയാണല്ലോ. അപ്പോൾ ഫോർമലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ടൈറ്റോട് കൂടി തന്നെ ഇടുന്നതാണ് ബെറ്റർ. അപ്പോഴാണ് കുറച്ചുകൂടെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് കിടക്കുന്നത് കേട്ടോ. അടിപൊളിയായിരിക്കും. ദെൻ ഇതിന് നമുക്ക് സ്കിൻ ഫിറ്റ് പാൻസിനൊപ്പം നമ്മൾ പെയർ ചെയ്യുക. അതാണ് ഏറ്റവും ബെറ്റർ. അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽ എന്ന് പറയാൻ നമുക്ക് പ്രത്യേകിച്ച് ഡീറ്റെയിൽ ഒന്നുമില്ല. നമുക്ക് വേറെ വർക്കൊന്നുമില്ല. ഇതിൽ കാണുന്ന ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. വേറെ എക്സ്ട്രാ വർക്ക് ഒന്നുമില്ല. നെക്ക് ഈ ഒരു നെക്കും സ്ലീവ് ഇങ്ങനത്തെ ഒരു സ്ലീവും ആണ്. അടിപൊളി കളക്ഷൻ ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ഞാൻ ഇട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതിന്റെ എനിക്ക് ഇട്ട് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. അത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇത് ഞാൻ എന്തായാലും ഇട്ട് കാണിക്കും. കാരണം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഈ ഒരു സൈസ് എനിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ, കാരണം ഇനി കുറച്ചുകൂടെ ഞാൻ തടി വെക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും പിന്നീട് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേണമെങ്കിൽ ഞാനതൊന്ന് ചേഞ്ച് ചെയ്ത് ഒരു മീഡിയം സൈസിൽ ഞാൻ എടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനത് അഡ്ജസ്റ്റ് ചെയ്യും ആയിരിക്കും. ഓക്കെ, ഒന്നും തീരുമാനിച്ചിട്ടില്ല. ചിലപ്പോൾ റിട്ടേൺ അയച്ച് ഞാൻ റീപർച്ചേസ് ചെയ്യും. തീരുമാനിക്കണം. നമുക്ക് ടൈം ഉണ്ട്. ഒരു 7 days എന്തായാലും നമുക്ക് റിട്ടേൺ അയക്കാനുള്ള ഒരു ടൈം പീരീഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ചെയ്യും. എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. നല്ല ക്വാളിറ്റി മെറ്റീരിയലിൽ നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റോട് കൂടിയിട്ട് അടിപൊളി കളക്ഷൻ ആണ്. പിന്നെ ഒരു കാര്യം, നമുക്ക് ലൈനിങ്, ഇതിനൊക്കെ ലൈനിങ് ബോഡി പോർഷനിലാണുള്ളത്. സ്ലീവ് പോർഷനിൽ ലൈനിങ് വരുന്നില്ല കേട്ടോ. ബോഡി പോർഷനിൽ മാത്രമേ നമുക്ക് ലൈനിങ് വരുന്നുള്ളൂ. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളുണ്ട്. അപ്പോൾ 3 കുർത്താസിലും അങ്ങനെ തന്നെയാണ്. ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൈസ് കാണാം. കൂടുതൽ ഡീറ്റെയിൽ എന്ന് പറയാൻ മാത്രം ഇതിൽ നമുക്കങ്ങനെ ഒന്നും കറക്റ്റായിട്ട് ഡീറ്റെയിൽ കൊടുത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിലേക്ക് കിടക്കുന്നില്ല. ദെൻ സൈസസ് ഞാൻ പറയാം. XS മുതൽ XS, സ്മോള്, മീഡിയം, ലാർജ്, XL, ഡബിൾ എക്സൽ വരെ, XS മുതൽ XXL വരെ അവൈലബിൾ ആണ് ഇതിന്റെ സൈസസ്. ദെൻ ഇത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 340-നാണ്. മീഷോയിൽ നിന്ന് ഓഫർ പ്രൈസ് ആയിട്ടുള്ള 340-നാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിന് തൊട്ട് മുമ്പ് കാണിച്ചിരുന്ന കളക്ഷൻ എന്ന് പറയുന്നത് 321 ഞാൻ പ്രൈസ് പറഞ്ഞത്. ഇതിന് 340. വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറിയൊരു 19 രൂപയുടെ ഒക്കെ ഒരു വേരിയേഷൻ അതിന് വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അഫോർഡ് ചെയ്യാൻ മീൻസ് ആ ഒരു പ്രൈസിൽ വേർത്താണോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് നല്ല രീതിയിലുണ്ട്. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൈസിൽ വേർത്താണ്. അടിപൊളി കളക്ഷൻ ആണ്. ഇതിലിപ്പോൾ നമ്മൾ മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 599 അല്ലെങ്കിൽ 499 ആ ഒരു രീതിക്കാവും ഇതിന്റെ പ്രൈസ് ഉണ്ടായിരിക്കാം. പക്ഷെ ഇത് മീഷോയിൽ നമുക്ക് 340-നാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിരിക്കുന്നത്. അടിപൊളിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇട്ട് കാണുമ്പോൾ മനസ്സിലാവും. ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. 100% നിങ്ങൾക്ക് വർത്ത് ആയിട്ടുള്ളൊരു
ഒരു കളക്ഷൻ തന്നെയാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്നത്. നമുക്ക് മേച്ച് ചെയ്യുമ്പോഴാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കിത് കാഷ്വലായിട്ടും ഫോർമലായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇതിൽ പല ടൈപ്പ് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ക്രീം കളറിൽ തന്നെ നമുക്ക് പാൻസ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ പീച്ചോ പിങ്കോ ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ കളറൊക്കെ മിക്ക കളേഴ്സും ഇതിലുണ്ട്. എല്ലാം ഒരു പേസ്റ്റൽ കളേഴ്സ് ആണ് ഇതിന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് പാൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. ചൂസ് ചെയ്യുമ്പോൾ സ്കിൻ ഫിറ്റ് പാൻസ് ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ദെൻ സിമ്പിൾ ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ആഡംബരമായിട്ട് ഹെവി ഇയറിങ്സോ ഹെവി നെക്ലേസോ ഹെവി ബാംഗിൾസോ ഒന്നും ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ടുള്ളൊരു ഇയറിങ്സ് ആൻഡ് നെക്ലേസോ അല്ലെങ്കിൽ വാച്ചോ മാത്രം ചൂസ് ചെയ്യാവുന്നതാണ്. ജ്വല്ലറീസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് വെയേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീൽസിൻ്റെ ഒപ്പം ചൂസ് ചെയ്യാം, കുറച്ചുകൂടെ ബെറ്റർ. കാരണം സ്കിൻ ഫിറ്റ് ആണല്ലോ, സ്കിൻ ഫിറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബെറ്റർ ഹീൽസിൻ്റെ ഒപ്പം ചൂസ് ചെയ്യാന്നുള്ളതാണ്. ഫ്ലാറ്റ്സിൻ്റെ ഒപ്പം ചൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനെ ചൂസ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ സ്റ്റൈൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നത് ഹീൽസിൻ്റെ ഒപ്പം ചൂസ് ചെയ്യുമ്പോൾ തന്നെയാണ്. സ്കിൻ ഫിറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. താങ്ക്